ചേർത്തല പള്ളിപ്പുറം കൊലപാതക പരമ്പരയിലെ കേസ് അന്വേഷണത്തിൽ നിർണായകമാകുമെന്ന് കരുതിയ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെ തെളിവെടുപ്പിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിരാശ. മുൻപ് ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഇടത്തിന് തൊട്ടരികിൽ നിന്ന് ഏതാനും അസ്ഥികഷ്ണങ്ങൾ മാത്രമാണ് ഇന്നത്തെ തെരച്ചിലിൽ കണ്ടെത്താനായത്. വീട്ടിനുള്ളിൽ നിന്ന് നേരത്തെ കണ്ടെത്തിയ രക്തസാമ്പിളുകളുടെ കൂടുതൽ തെളിവുകളും കണ്ടെത്തി. ഉച്ചയ്ക്ക് 12:40 കോട്ടയത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ തെളിവെടുപ്പിനായി എത്തിച്ചത്. കഴിഞ്ഞ 28-ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടടങ്ങിയ വീടിന്റെ തെക്കുഭാഗത്ത് നിന്ന് തന്നെയാണ് ആദ്യം JCB ഉപയോഗിച്ച് പരിശോധന നടത്തിയത്. അവിടെ നിന്നും ഏതാനും അസ്ഥികഷ്ണങ്ങൾ കൂടി ലഭിച്ചു. അവിടെ ഇപ്പോൾ JCB കൊണ്ടുവന്ന് നേരത്തെ ആദ്യം കുഴിച്ചത് ഫസ്റ്റ് ഡേ വന്ന് കുഴിച്ച ദിവസം അടുത്ത് അതിന് സമയത്ത് കുഴിച്ചിട്ട് അസ്ഥികഷ്ണം കെട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ പോലീസ് എടുത്ത് ചാക്ക് വിരിച്ച് അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നടന്നിട്ട് ഞാനിപ്പോൾ വരുന്നതിന് മുമ്പ് ഒരു 4-5 കഷ്ണം കിട്ടിയിട്ടുണ്ട്. വണ്ണം കുറഞ്ഞ് ചെറിയ മുഴുത്ത ചെറിയ അസ്ഥികഷ്ണം കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഹ്യൂമൻ ബോഡിയുടെ ആണെന്ന് അറിയാനൊക്കില്ല. എന്നാലും ചാക്ക് ഇട്ടിട്ട് പഴയതുപോലെ തന്നെ അതിലേക്ക് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. 4 കിട്ടിയിട്ട് ആ കുഴിച്ച സ്പോട്ടിന് സമീപത്ത് തന്നെ ഇപ്പോൾ കുഴിച്ചിരിക്കുന്നു. ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കണ്ടിട്ട് JCBക്ക് മാന്തിക്കൊണ്ടിരിക്കുന്നു. പോലീസ് അത് തൂമ്പയ്ക്ക് വെട്ടി ഇളക്കി തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം എടുത്തതിന് ഏകദേശം ഇഷ്ടം ഉൾക്കൊണ്ടൊരു ആദ്യം കിട്ടിയ കഷ്ണം. മുമ്പ് കണ്ടെത്തിയ ശരീരഭാഗത്തിന്റെ ബാക്കി ഭാഗമാണിതെന്ന നിഗമനമാണ് ഫോറൻസിക്കിനുള്ളത്. പിന്നീട് സെപ്റ്റി ടാങ്കും വീടിനുള്ളിലെ തറയും കുളങ്ങളും വാട്ടർ ടാങ്കും പുരയിടത്തിന്റെ മറ്റു ഭാഗവും പരിശോധിച്ചെങ്കിലും വീടിനുള്ളിൽ നിന്ന് ഏതാനും സിം കാർഡുകളും കുളത്തിൽ നിന്ന് സ്ത്രീകളുടെ വസ്ത്രങ്ങളും മാത്രമാണ് കണ്ടെത്തിയത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നത്തെ അന്വേഷണ സംഘത്തിന്റെ തെരച്ചിൽ നമ്മൾ കണ്ടത്. പക്ഷേ ആ പ്രതീക്ഷക്കൊത്ത് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടായോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാര്യം കുറച്ച് അസ്ഥികഷ്ണങ്ങൾ കിട്ടി എന്നല്ലാതെ വലിയൊരു തെളിവുകൾ കിട്ടിയതായിട്ട് തോന്നുന്നില്ല. ഇത്തരം കേസുകളിൽ വൈദഗ്ധ്യമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ അന്വേഷണ സംഘം വിപുലീകരിക്കണം. അത് നമ്മൾ നേരത്തെ മുതൽ ആവശ്യപ്പെടുന്നതാണ്. എങ്കിൽ മാത്രമേ ഇതിൽ കൃത്യമായി സെബാസ്റ്റ്യനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഈ തെളിവുകൾ വളരെ കുറവായിരിക്കും. ഇത്രയും എക്സ്പെർട്ടായിട്ട് ക്രൈം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അത്തരം രീതിയിലാണ് സെബാസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. വീടിനുള്ളിലിരുത്തി ഉന്നത ഉദ്യോഗസ്ഥരടക്കം ചോദ്യം ചെയ്തിട്ടും സെബാസ്റ്റ്യനിൽ നിന്നും കൂടുതലൊന്നും ചോദിച്ചറിയാൻ സാധിച്ചില്ല. വ്യാഴാഴ്ച കസ്റ്റഡി കാലാവധി പൂർത്തിയാകും. അതിനുള്ളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ജൈനമ്മ തിരോധാന കേസിലെങ്കിലും കൊലപാതകമെന്ന് ബോധ്യപ്പെടുത്താനുള്ള തെളിവ് ശേഖരിക്കുകയും ചെയ്യുക എന്ന വെല്ലുവിളിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള തൊണ്ടിമുതലുകൾ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ബിന്ദു പത്മനാഭൻ, ഐഷ, സിന്ധു തിരോധാന കേസിൽ സഹായകമായ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇവരുടെ ബന്ധുക്കളുടെ DNA സാമ്പിളുകളും പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. DNA പരിശോധനാ ഫലമാണ് ഇനി കേസിൽ നിർണായകം. ജനം, ആലപ്പുഴ.